CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിൽ 5 പുതുമുഖങ്ങൾ MLA-മാരായ CK ഹരീന്ദ്രൻ, IB സതീഷ് എന്നിവർ സെക്രട്ടേറിയറ്റിലെത്തി. B സത്യൻ, C ലെനിൻ, PS ഹരികുമാർ എന്നിവരും സെക്രട്ടേറിയറ്റ് അംഗങ്ങളായി. C ജയൻ ബാബുവാണ് സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവായത്. 12 അംഗ സെക്രട്ടേറിയറ്റിനെയാണ് MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗം തെരഞ്ഞെടുത്തത്. VV അരുൺ ചേരുന്നു. അരുൺ, പ്രതീക്ഷിച്ച രീതിയിലുള്ള ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജില്ലാ കമ്മിറ്റിയിൽ. C ജയൻ ബാബു ഒഴിവായി എന്നതിന് അപ്പുറം മറ്റെന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഈ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടോ? തിരഞ്ഞെടുപ്പ് നമുക്ക് ഇതുവരെ ലഭിക്കുന്ന വിവരം. നേരത്തെ ഒരു പാനൽ തയ്യാറാക്കിയിരുന്നു. അത് ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന സമിതി അംഗങ്ങൾ ഉൾപ്പെട്ട കമ്മിറ്റി ആ തയ്യാറാക്കിയ പാനൽ ജില്ലാ കമ്മിറ്റി അവതരിപ്പിക്കുകയും അത് അംഗീകരിക്കുകയുമായിരുന്നു. ഒരു തർക്കവും ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. 11 അംഗ സെക്രട്ടേറിയറ്റ് ആയിരുന്നു, അത് 12 ഉയർത്തിയിട്ടുണ്ട്. 12 പരമാവധി അംഗസംഖ്യ സെക്രട്ടേറിയറ്റിൽ. അത് പരമാവധിയിൽ എത്തിയിട്ടുണ്ട്. ഈ സത്യൻ ആറ്റിങ്ങൽ മുൻ MLA ആണ്. അദ്ദേഹം മുസ്തഫയുടെ നേതാവുമൊക്കെയാണ്. സത്യനെ സെക്രട്ടേറിയറ്റിലേക്ക് ഉൾപ്പെടുത്തിയെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം. മറ്റൊന്ന് CK ഹരീന്ദ്രനാണ്. ജില്ലയിലെ ഏറ്റവും മുതിർന്ന നേതാക്കൾ ഒരാളാണ്. ദീർഘനാൾ ഏരിയ സെക്രട്ടറി ആയിരുന്ന ആളാണ്. 2 തവണ പാറശാല MLA ആയ CK ഹരീന്ദ്രനും സെക്രട്ടേറിയറ്റിലേക്ക് വരുന്നു. IB സതീഷ് കാട്ടാക്കട MLA ആണ്. അദ്ദേഹവും സെക്രട്ടേറിയറ്റിലേക്ക് എത്തി. C ഹരികുമാർ കോവളത്തും PS ഹരികുമാർ കോവളത്തും C ലെനിൻ വഞ്ചൂരും 3 ടേമുകളിൽ ഏരിയ സെക്രട്ടറിമാരെന്ന് മികച്ച പ്രവർത്തനം നടത്തിയിരുന്നു എന്ന് പൊതുവിൽ CPM-ൽ അഭിപ്രായമുണ്ടാകുന്ന നേതാക്കൾ രണ്ടുപേരും ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നു. VK മധു നേരത്തെ തെരഞ്ഞെടുക്കപ്പെട്ട നേതാവാണ്. അദ്ദേഹത്തെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തണമെന്ന് കടകംപള്ളി അടക്കമുള്ളവർ ആവശ്യപ്പെട്ടെങ്കിലും അത് ഉണ്ടായിട്ടില്ല. മധുവിനെ വീണ്ടും പരിഗണിച്ചില്ല. C ജയൻ ബാബു പാർട്ടിയോട് ആവശ്യപ്പെടുകയായിരുന്നു, താൻ സെക്രട്ടറി ഒഴിയാൻ തയ്യാറാണ്. അങ്ങനെ ജയൻ ബാബുവിനെയും ഒഴിവാക്കുകയായിരുന്നു. ജില്ലയിലെ പാർട്ടി ഒരു തലമുറ മാറ്റം എന്ന് തന്നെ പറയാവുന്ന തരത്തിലുള്ള ഒരു സെക്രട്ടേറിയറ്റ് പുനഃസംഘടനയാണ് ഉണ്ടായിട്ടുള്ളത്. മുതിർന്ന നേതാക്കളിൽ പലരും സെക്രട്ടേറിയറ്റിൽ ദീർഘകാലമായുള്ള നേതാക്കളിൽ 2-3 പേര് മാത്രമാണ് ഇനി ആ രീതിയിൽ ശേഷിക്കുന്നത്. ബാക്കിയൊക്കെ താരതമ്യേന യുവാക്കൾ എന്ന് പറയാവുന്ന ഒരു തലമുറ CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ നേതൃത്വത്തിലേക്ക് വരികയാണ്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് പുനഃസംഘടിപ്പിച്ചു. പുതിയ ആളുകളെ ഉൾപ്പെടുത്തി MLA-മാരെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുനഃസംഘടനയാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരിക്കുന്നത്.